തറാവീഹ് ഇപ്പൊ റമദാനായി കഴിഞ്ഞാൽ തറാവീഹ്. പണ്ട് ഒരു വാദം എന്തായിരുന്നു? 1920-കളിൽ 25-കളിൽ 30-കളിൽ 40-കളിൽ 50-കളിൽ 60-കളിൽ ഒക്കെ തറാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? തറാവീഹ് 20 റക്അത്താണ്, റമദാനിൽ മാത്രമുള്ള പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ്. പിന്നെ പറഞ്ഞെന്താ? കുറച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു തറാവീഹ് 20 8 ഉള്ളൂ. തറാവീഹ് 8 വിത്ർ 3 കൂടി 11 റക്അത്ത്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞെന്താ? തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. അങ്ങനെ ഇടക്കാലത്തുണ്ടായ വാദം. തറാവീഹ് നിസ്കാരം തന്നെ ഇല്ല. തറാവീഹ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാലും ഖിയാമുർ റമദാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഒന്ന് തന്നെയാണ്, പേര് വ്യത്യസ്തമുള്ളൂ. എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. തറാവീഹ് 20 റക്അത്ത് അത് വേറെ, വിത്ർ കൂടിയാൽ 11 ചുരുങ്ങിയാൽ 1 അത് വേറെ, ഖിയാമുൽ ലൈൽ അത് എത്രയും ആവാം, തഹജ്ജുദ് എന്ന് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം അത് എത്രയും ആവാം. ഇതെല്ലാം കൂട്ടി ഒന്നാക്കിയിട്ട് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു എല്ലാം കൂടി ആകെ ഏറി വന്നാൽ 11 റക്അത്ത്, അതിനപ്പുറം നിസ്കരിക്കാൻ പാടില്ല, ബിദ്അത്താണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സക്കരിയ സലാഹി നേതൃത്വം നൽകിയ ഗ്രൂപ്പുകാർ പറയുന്നു അങ്ങനെ ബിദ്അത്താണ് പറഞ്ഞുകൂടാ, 11 വേണമെങ്കിൽ ആവാം. നമ്മുടെ ഏതിന്റെ പിന്നാലെ കൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഇബാദത്തുകൾ, ഇവരുടെ തൗഹീദുകൾ, ഇവരുടെ ശിർക്കുകൾ എല്ലാം മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒന്നാണെങ്കിൽ ഇന്ന് വേറൊന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് മാറ്റങ്ങളില്ല. കാരണം സമസ്തയായിട്ടൊരു വിഷയം തീരുമാനിക്കാറില്ല. സമസ്ത ഒരു തീരുമാനം പറയുമ്പോൾ പൂർവികർ എന്ത് പറഞ്ഞു നോക്കും, അതാണ് സമസ്ത പറയുക. അതുകൊണ്ടാണ് സമസ്ത വയ്ക്കാത്തത്. സമസ്തന്റെ ആലിമീയങ്ങൾ കൂടിയിട്ട് അവരുടെ ഇഷ്ടത്തിനൊരു തീരുമാനം പറയാറില്ല. പൂർവികർ ആ വിഷയത്തിൽ എന്ത് പറഞ്ഞു, മഹാന്മാരായ അയിമ്മത്ത് എന്ത് പറഞ്ഞു, അത് നോക്കിയിട്ടാണ് സമസ്ത പറയുക. അതുകൊണ്ട് തീരുമാനങ്ങളിൽ പിഴക്കാറില്ല. മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെയല്ല, അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. ഇനി ഖുതുബയുടെ ഭാഷ. ഖുതുബയുടെ ഭാഷ എന്തായിരുന്നു? ആദ്യകാല വഹാബികളുടെ വാദം എന്തായിരുന്നു? നിങ്ങൾ പഴയകാല വഹാബികളെ വസ്തു നോക്കും. നിങ്ങൾ ജനാബ് കെ മൗലവി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരള മണ്ണിൽ ജന്മം നൽകിയ സാക്ഷാൽ കെ മൗലവി, അദ്ദേഹത്തിന്റെ അൽ ഇർഷാദ് മാസ്ക് വെച്ച് പരിശോധിച്ച് നോക്കും നിങ്ങൾ. അതെന്താ പറയുന്നത്? വലാകിൻ ഹൗല ഷൈഉൻ ആഖർ യംബഗി ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലം നജ്ദ് ഫീ കുതുബിൻ മിനൽ കിതാബ്. കെ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, അറബി പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, വലാകിൻ ഹൗല ഷൈഉൻ ആഖർ. ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്, യംബഗി ഇൽതിഫാതു ഇലൈഹി. എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റി. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. എന്താ അദ്ദേഹം പറയുന്നു? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസഹാബത സഹാബത്ത്, വതാബിഈൻ താബിഈങ്ങൾ, വതാബിഈ താബിഈൻ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ. അവരാരെങ്കിലും പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുത്ബ ഓതുന്ന സമയത്ത് അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഓതിയിട്ടില്ല. ആരാ പറയുന്നത്? കെ മൗലവി. അല്ലാഹുവിന്റെ റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ല, സഹാബത്ത് ഓതിയിട്ടില്ല, താബിഈങ്ങൾ ഓതിയിട്ടില്ല, തബഉ താബിഈങ്ങൾ ഓതിയിട്ടില്ല. പൂർവികരാരും തന്നെ അറബി അല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും അത് സ്വീകരിക്കലേ വേണ്ടത്. നോക്കൂ നിങ്ങൾ, സഹാബത്ത് കേരളത്തിലേക്ക് വന്നില്ലേ? പള്ളി ഉണ്ടാക്കിയില്ലേ? കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി, കാസർഗോഡ് പള്ളി ഉണ്ടാക്കി, മാടായി പള്ളി ഉണ്ടാക്കിയില്ലേ? മക്കത്തെ പള്ളിക്കൊപ്പിച്ച പള്ളി, മലനാട്ടിലെ പള്ളി മാടായി പള്ളി. മക്കത്തെ പള്ളിനെ പോലെ ഒപ്പിച്ചുണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു സഹാബി, കേരളത്തിലെന്ന് വേണ്ട, ലോകത്തെവിടെയെങ്കിലും ഒരു സഹാബി, ഞാൻ എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കാരന്റെ വിഷയത്തിൽ, ലോകത്തേതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഖുതുബ അറബിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഷയിൽ ഓദ്യം തെളിയിച്ചാൽ അവർ പറയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കാം. ഒരു സഹാബി ഇല്ല. ആരാ പറയുന്നത്? കെ മൗലവി പറയാ. നബിയോ സഹാബത്തോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഹീനമാ യഖ്തുബൂന ഖുത്ബത്തുൽ മശ്റൂഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഖുത്ബ ഓതുന്ന സമയത്ത് അവരാരും തന്നെ അറബിയല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടേ ഇല്ല. ഇത് ആരാ പറയുന്നത്? കെ മൗലവി. എന്നിട്ട് കെ മൗലവി വീണ്ടും പറയുന്നു വഅലൻ അന്നൽ അറബിയ്യത ലുഗത്തുൽ ഇസ്ലാം, അറബി ഇസ്ലാമിന്റെ ഭാഷയാണ്. കെ മൗലവി പറയാ. എങ്ങനത്തെ ഭാഷയാണ്? അൽ വാജിബത്തു നശ്റു അലൽ മുസ്ലിമീൻ, അത് പഠിക്കലും പ്രചരിപ്പിക്കലും മുസ്ലിമിന്റെ ബാധ്യതയല്ലേ.
ഫലി അജ്ലി ഹാദിഹിൽ ഉസൂൽ, ഈ അടിസ്ഥാന തത്വം ഉണ്ടായതിനു വേണ്ടി നമ്മൾ പറയട്ടെ, നഖൂലു അന്നൽ ഖുത്ബത അർകാനഹാ വതവാബിഅഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ അതിന്റെ അർക്കാനുകളും അനുബന്ധങ്ങളും ഒക്കെ അറബി ഭാഷയിലായിരിക്കണം. ഇത് പറയുന്ന ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്, സലഫി പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജന്മം നൽകിയ ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ മരിക്കുന്നത് വരെയുള്ള പ്രസിഡന്റ് ആയിരുന്ന ജനാബ് കെ മൗലവി. ഇപ്പൊ ഇവർ വരെന്താ? ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ പ്രസംഗിച്ചെന്താ? ഖുത്ബ മലയാളത്തിൽ ഓതിയില്ലെങ്കിൽ ശരിയാവൂല എന്നാ പറഞ്ഞത്. അത് പറയുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഹറമിലെ ഇമാമിനെ കൊടുന്നുകൊണ്ട് കൊച്ചിയിലെ പള്ളിയിലല്ല ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ജുമാ നടത്തി. അദ്ദേഹം അറബിയിലെ ഖുത്ബ ഓതിയത്. അപ്പോഴോ ആ ഖുത്ബാത്തിലായില്ലേ? അപ്പൊ ഖുത്ബാത്തിലായില്ലേ? അല്ലെങ്കിൽ ഇവിടെ പരിഭാഷപ്പെടുത്തണ്ടേ? അതുണ്ടായതില്ല. അവർക്ക് ഇതിരുന്നു ഒരു വിശ്വാസമില്ല. എന്തുമാവാം, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ എന്തേ പറഞ്ഞത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് കണ്ടതെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളും നിസ്കരിക്കേണ്ടത്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ ഖുത്ബ ഓതി, അറബിയിലായിരുന്നു നിസ്കരിച്ചത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറയുന്നു ഖുത്ബ അറബിയിലായിരിക്കണം. ഇത് ഇമാമിങ്ങൾ എഴുതി വെച്ചു, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇവരുടെ നേതാക്കന്മാർ പഴയകാലത്ത് എഴുതി വെച്ചു അറബിയിലായിരിക്കണം. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇപ്പൊ വന്നിട്ട് പറയാം ഖുത്ബ പറഞ്ഞാൽ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, ആ മലയാളത്തിൽ ഓതണ്ടേ. കേട്ടാ നമുക്ക് തോന്നുന്നു ശരി തന്നെയാണ്. ഖുത്ബ പറഞ്ഞ പ്രസംഗമല്ലേ, പ്രസംഗമാകുമ്പോ തിരിയണ്ടേ, പ്രസംഗം തിരിയണ്ടേ. അപ്പൊ ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് ആരും അറിയാത്തൊരു ഭാഷയിൽ, വല്ല തമിഴിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഭാഷയിലൊക്കെ വന്നിട്ട് പ്രസംഗിച്ചാൽ നിങ്ങൾ പറയില്ല എന്തിനാ അയാളെ കൊണ്ടുവന്നത്? അപ്പൊ പ്രസംഗാകുമ്പോ തിരിയണ്ടേ, ഇതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ കേട്ട നമ്മളെ കൂടുതൽ ആൾക്കാർ അത് പറഞ്ഞത് എന്തെങ്കിലും കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഖുത്ബ എന്ന് പറഞ്ഞാൽ കേവലം പ്രസംഗമല്ല. അവിടെയാണ് പ്രശ്നം. ഇവര് വളച്ചൊടിച്ചതാണ്. ഖുത്ബയെ കേവലം ഒരു പ്രസംഗമാക്കി, പ്രസംഗമല്ല. ഇമാമിയങ്ങളൊക്കെ പറഞ്ഞെന്താ? ഖുത്ബ അറബിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങൾ പറഞ്ഞെന്താ? ലിഅന്നഹാ ഇബാദ. ഖുത്ബ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനയാണ്. ആരാധനയുടെ മാനദണ്ഡം എന്താ? ഇത്തിബാ. എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്, എങ്ങനെയാ സഹാബത്ത് ചെയ്തത്, എങ്ങനെയാ താബിഈങ്ങൾ ചെയ്തത്, എങ്ങനെയാ തബഉ താബിഈങ്ങൾ ചെയ്തത്? പ്രസംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രസംഗം എപ്പോഴും നടത്തിക്കൂടെ? പ്രസംഗത്തിന് സമയമുണ്ടോ? ഇപ്പോ നമ്മൾ ഇന്ന് ഇവിടെ പ്രസംഗം വെച്ചു. ഞാൻ ഒരു ഉച്ചക്ക് വിളിച്ചിട്ട് പറയാണ്, ഇവിടുത്തെ സംഘാടകരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്ന് വരാൻ പ്രയാസമുണ്ട്, നിങ്ങൾ പരിപാടി ഒന്ന് മാറ്റി വെക്കണം. കുഴപ്പമില്ല, ഒരു ആയിക്കോട്ടെ, മാറ്റാം, പ്രശ്നമൊന്നുമില്ല. നാളെ കഴിവുണ്ടോ? നാളെ മാറ്റാം. എന്നാ പള്ളിയിലെ ഖത്തീബ് സാ വിളിച്ചിട്ട് പറയാണ്, വെള്ളിയാഴ്ച രാവിലെ വിളിച്ചിട്ട് ഇന്ന് കുറച്ച് തിരക്കുണ്ട്, ഞാൻ നാളെ വരാം, ഖുത്ബ നമുക്ക് നാളെ ആക്കാം. പറ്റൂല. ളുഹൂർ പോയിട്ട് അസർക്കാക്കാൻ പറ്റുമോ? മാറ്റാൻ പറ്റൂലല്ലോ. പ്രസംഗോ എപ്പോഴും മാറ്റാം. ഇനി പ്രസംഗം ക്യാൻസൽ ചെയ്യാം, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഖുത്ബ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഖുത്ബ ഓതുന്ന ആള് ഇസ്ലാം പറയുന്നു ആണായിരിക്കണം. പെണ്ണ് ഖുത്ബ ഓതിയാൽ ശരിയാവൂല. മുജാഹിദ് സമ്മതിക്കുന്നുണ്ടല്ലോ. മുജാഹിദ് ഒറ്റ പള്ളിയിലും വലിയ സമത്വം പറയുന്ന ആൾക്കാരാ. ഏതെങ്കിലും മുജാഹിദ് പള്ളിയിൽ പെണ്ണ് ഖുത്ബ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിൽ പെണ്ണ് ഖുത്ബ ഓതി. ആമിന വദൂദ് എന്നൊരു പെണ്ണ് ഖുത്ബ ഓതി. ആമിന വദൂദ്. അതിനൊരു കേരളത്തിലെ ലേഖനം എഴുതി ആര്? നമ്മളല്ല, നമ്മൾ എഴുതുന്നതിന് മുമ്പ് എഴുതി ആര്? ഈ പറയുന്ന ആളുകൾ എഴുതി. ആ ഖുത്ബ ശരിയല്ല. എന്തേ? പ്രസംഗം പെണ്ണ് പ്രസംഗിച്ച ശരിയാവൂലേ? എത്ര പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്? ആരെല്ലാം പറയാറുണ്ട്? സോണിയാഗാന്ധി ഒന്ന് പ്രസംഗിച്ചിട്ട് ആരെല്ലാം പറഞ്ഞു ആ പ്രസംഗം ശരിയല്ല. എന്തേ? സോണിയാഗാന്ധി പെണ്ണാണ്. ആരും പറയാറില്ല, അറിയില്ലല്ലോ. അനി ഏത് പാർട്ടിയാവട്ടെ ആരും അറിയില്ലല്ലോ. എന്നാൽ ഖുത്ബയെ പെണ്ണോതിയാൽ സഹിയാകില്ല. ഖുത്ബയും പ്രസംഗം ഒരുപോലെയല്ല. ഖുത്ബക്ക് ഒതുണ്ടായിരിക്കണം, പ്രസംഗത്തിന് ഒതുവാണോ? അപ്പൊ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി ഒന്ന് പ്രസംഗിച്ചു, ആരെല്ലാം പറയാ പ്രസംഗം ശരിയല്ല, ഇവർക്ക് ഒതുമില്ല, ആരും പറയില്ലല്ലോ. അല്ലെങ്കിൽ വി ഡി സതീശൻ ഒന്ന് പ്രസംഗിച്ചു, ഒതുമില്ല, ആരെങ്കിലും പറയോ? പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം ശരിയല്ല, അദ്ദേഹത്തിന് ഒതുമില്ല. പള്ളിക്കത്തെ ഉസ്താദ് ഖുത്ബ ഓതി ഒതുമില്ലാതെ ശരിയാവൂ? ഖുത്ബ കേവലം ഒരു പ്രസംഗമല്ല. ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആദ്യത പറയാ ഖുത്ബ പറഞ്ഞാൽ പ്രസംഗമാണ്, എന്നിട്ട് പിന്നെ പറയും പ്രസംഗമാകുമ്പോ തിരിയണ്ടേ, തിരിയുന്ന ഭാഷ മലയാളമല്ലേ, അതുകൊണ്ട് മലയാളത്തിൽ ഓതണ്ടേ. ആര് പറഞ്ഞു ഖുത്ബ കേവലം പ്രസംഗമാണെന്ന്? ഖുത്ബയെ കുറിച്ച് ഇമാമിങ്ങൾ പറഞ്ഞ വാക്ക്
അത് ആരാധനയാണ്. കൽ അദാനി ബാങ്ക് പോലെ, വതക്ബീറത്തുൽ ഇഹ്റാം പോലെ, വതശഹുദി അത്തഹിയാത്ത് പോലെ അതൊരു ആരാധനയാണ്. ലിഅന്നഹു സിക്റും മഫ്ഹൂം. ഇമാമികൾ അങ്ങനെ എഴുതി വെച്ചത്. അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞു ലിമാ ജറാ അലൈഹി അംറുൻ നാസ്, എങ്ങനെയാണോ പൂർവികരൊക്കെ ചെയ്തു പോകുന്നത് അങ്ങനെ ചെയ്യണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. ഇവർ പറഞ്ഞു അല്ല ഖുത്ബ പറഞ്ഞ പ്രസംഗമാണ്. എന്നാ പിന്നെ ഖുത്ബ മാത്രം മാറ്റിയ പോരെ, ബാങ്ക് മാറ്റണ്ടേ? ബാങ്ക് എന്താ? ബാങ്കർ ക്ഷണിക്കല്ലേ, ക്ഷണം തിരിയണ്ടേ? നമ്മളൊരാളെ കല്യാണത്തിനൊന്ന് ക്ഷണിക്കുക, നമ്മുടെ വീട്ടിൽ നിന്നിട്ട് എങ്ങനെ ക്ഷണിക്കണത്? നമുക്കറിയാത്തൊരു ഭാഷയിൽ ഒന്ന് നമ്മൾ ക്ഷണിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആ ക്ഷണം നമ്മൾ സ്വീകരിക്കും. അപ്പൊ ബാങ്കും തിരിയണ്ടേ? ബാങ്കും കൊടുക്കാൻ മലയാളത്തിൽ കൊടുക്കുക. നമ്മളെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വഹാബി പള്ളിയിൽ നിന്ന് പടച്ചവൻ വലിയവനാണ് പടച്ചവൻ വലിയവനാണ് കൊടുക്കണ്ടല്ലേ? പണ്ട് ഇവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ കറാച്ചിയിലാണ്, ഇവിടെ വടകര, ഇവിടെ വടകര കറാച്ചിയല്ലേ, കറാച്ചിയില്ല. അവിടെ പ്രശ്നമുണ്ടായി. ഇന്നത്തെ പഴയ കാലത്തെ പത്രക്കട്ടിങ്ങിന്റെ കയ്യിലുണ്ട്. പള്ളിയിൽ തർക്കമുണ്ടായി. നമ്മളെ പള്ളി തർക്കം അവരും തർക്കിച്ചു. ബാങ്ക് മലയാളത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇടപെട്ട് ചോദിച്ചു, ഇതുവരെ എങ്ങനെ കൊടുത്തിരുന്നത്? അറബിയിൽ നിന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അറബിയിലായതാണ്. ശരിക്കും അങ്ങനെ കൊടുക്കേണ്ടത്. ഇവര് പറയുന്ന വാദപ്രകാരം അതും മാറ്റണ്ടേ? നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ശൈലി എല്ലായിടത്തും ഒരു ഭാഷ, എത്ര നല്ല സുന്ദരമായ ഒരു ശൈലിയാണ്. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്കാണെങ്കിൽ തമിഴ് കൊഞ്ചം പോലും தெரியாது. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ബാങ്ക് എടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? ആണ്ടവൻ പെരിയവൻ, ആണ്ടവൻ പെരിയവൻ, നമുക്കെല്ലാം தெரியும். നേരെ മറിച്ച് നമുക്ക് പള്ളിയിൽ തെരഞ്ഞെടുക്കുള്ള ബാങ്ക് കേട്ടു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സന്തോഷം ഉണ്ടോ നമുക്ക്? ഈ ആണ്ടവൻ പെരിയവൻ നമുക്ക് തിരിയോ? പള്ളിയിൽ പോയി ഖതീബ് ഖുത്ബ ഓതുന്നു. എങ്ങനെ? കേരളത്തിൽ കേട്ടതുപോലെ ഖതീബ് വന്നുകൊണ്ട് അറബിയിൽ അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സ് പറയില്ല അൽഹംദുലില്ലാഹ്, കേരളത്തിൽ കേട്ട അതേ ഖുത്ബ. നേരെ മറിച്ച് ഖതീബ് കയറിയിട്ട് തമിഴ് ഖുത്ബ ഓതിയാലോ? എന്തൊരു അവസ്ഥ! അതുകൊണ്ട് കേമൂലി പറഞ്ഞു വലി അജ്ലി ആദിഹിൽ ഉസൂൽ നഖൂൽ അന്നൽ ഖുത്ബത അർക്കാനഹാ വതവാബിഹാ കുല്ലഹാ ബിൽ അറബിയ. ഖുത്ബ എല്ലാം അറബിയിലായിരിക്കണം, എല്ലാം അറബിയിലായിരിക്കണം. എത്ര കൃത്യമാണത്, എത്ര നല്ല നിലപാടാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച, തബഉ താബിഈങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. ഇനി സ്ത്രീകൾ ജമാഅത്തിന് പോകുന്നത് നോക്കൂ നിങ്ങൾ. അവിടെയും എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എന്തായിരുന്നു സഹാബത്തിന്റെ കാഴ്ചപ്പാട്? മദീനത്തെ പള്ളിയിൽ നോക്കൂ, മദീനത്തെ പള്ളിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം നിൽക്കുന്ന കാലത്ത് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്ന മദീനത്തെ പള്ളിയിൽ മുത്തുനബി പുറത്തിരിക്കുമ്പോൾ സഹാബിയത്താകുന്ന ഇവർ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുസ്സലാത്ത മഅക യാ റസൂലല്ലാഹ്. നബിയെ, മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ടോ, മദീനത്തെ പള്ളിയിൽ അന്ന് പെണ്ണുങ്ങൾ യഥേഷ്ടം പോയിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്താ സഹാബിയത്താകുന്ന വനിത ചോദിക്കുന്ന, നബിയെ അങ്ങയോട് കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഓ, നിന്നെപ്പോലുള്ള മഹിളാ രത്നങ്ങളാണ് ഇസ്ലാമിന് ആവശ്യം, കടന്നു വാ മോളെ എന്ന് പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ? ഖദ് അലിംതു, എനിക്ക് ബോധ്യമായി മോളെ, അന്നകി തുഹിബ്ബീന സ്വലാത മഅി, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷേ മോളെ, മദീനത്തെ പള്ളിയിൽ നീ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം എന്റെ വീടിന്റെ ഉള്ളിൽ പോയി നിസ്കരിക്കലാണ്. ആ മഹദി ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. ആ മഹദി തിരിച്ചുപോയി വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ സ്ഥലമുണ്ടാക്കി. പിന്നീട് ആ മഹദി നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടില്ല. ഹത്താ ഫാറഖത്തി ദുനിയ, ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല. ഇതല്ലേ ഇസ്ലാമിന്റെ നിലപാട്? പഴയകാല വഹാബി പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുന്നു. അതിലും പറയുന്ന പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ്ട, വീട്ടിൽ നിസ്കരിക്കണമെന്നാ. പിന്നെ ഏത് പെണ്ണ ആദ്യമായിട്ട് പള്ളിയിൽ പോയത്? മലപ്പുറം ജില്ലയിലെ ഒതായിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന് പറയുന്ന പെണ്ണാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയതെന്ന് പറയും നമ്മളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാസികയായ അവരുടെ മാഗസിനായ ഫുടവ മാസികയിൽ പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് സഹാബത്തിന്റെ ഭാര്യമാരല്ല, താബിഈങ്ങളുടെ ഭാര്യമാരല്ല, തബഉ താബിഈങ്ങളുടെ ഭാര്യമാരല്ല, മഖ്ദൂമി പണ്ഡിതന്മാരുടെ ഭാര്യമാരല്ല, അവരുടെ പിൻഗാമികളുടെ ഭാര്യമാരല്ല, മമ്പറന്തങ്ങളുടെ ഭാര്യമാരല്ല, പാണക്കാട്ടെ തങ്ങന്മാരുടെ ഭാര്യമാരല്ല. പിന്നെ ആരാ? കേരള ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിലേക്ക് പോയ പെണ്ണ് ഒതായിലെ മുജാഹിദ് കേന്ദ്രത്തിലെ വെള്ളാറമ്പാറ ഖദീജക്കുട്ടി എന്ന പെണ്ണാണെന്ന് അവർ പുസ്തകം രേഖപ്പെടുത്തി. നമ്മളേതാ സ്വീകരിക്കേണ്ടത്?
അള്ളാൻ റസൂലിന്റെ മദീനത്തെ പള്ളി അതിന്റെ മഹത്വം എത്രയാ? ചൊക്ലി പള്ളിയിലും എന്റെ നാടായ മണ്ണാർക്കാട്ടെ പള്ളിയിലും മലപ്പുറത്തെ പള്ളിയിലും കോഴിക്കോട്ടെ പള്ളിയിലും അജ്മീറത്തെ പള്ളിയാലും ശരി, ഏത് പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച 2 റക്അത്തിന്റെ കൂലി കിട്ടുള്ളൂ. പക്ഷെ മദീനത്തെ പള്ളി അങ്ങനെയല്ല, മക്കത്തെ പള്ളി അങ്ങനെയല്ല. അതിനൊക്കെ ലക്ഷക്കണക്കിന് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് ആ മദീനത്തെ പള്ളി. ആരവിടെ ഇമാമ്? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മഅ്മൂമിങ്ങളെ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാരഥന്മാരായ സഹാബികൾ മഅ്മൂമിങ്ങളായിട്ടുള്ള പള്ളി. ആ പള്ളിയിൽ വന്നിട്ട് സയ്യിദത്തുനാ ഉമ്മു ഹുമൈദത്തുൽ സായിദിയ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ ഇന്നി ഉഹിബ്ബുസ് സലാത്ത മഅക യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കട്ടെ. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞത്? മോളെ, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ള. എന്നിട്ടാണ് കേരളത്തിലെ വഹാബികൾ പറയുന്നത്, മോളെ വീട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് സലഫി പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം. നമ്മൾ ഏത് സ്വീകരിക്കണം? അള്ളാഹു റസൂൽ പഠിപ്പിച്ചു കൊടുത്തു നിന്നാ പോരെ? സഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത് നിന്നാ പോരെ? താബിയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലൗകാൻ ലഹുന്ന ഫീ ദാലിക ഫളൽ, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ വല്ല പുണ്യമുണ്ടായിരുന്നെങ്കിൽ, വല്ല പുണ്യം, അങ്ങനെ ഉപയോഗിച്ച വാക്കാണ് ഫളലിൻ, വല്ല പുണ്യമുണ്ടെങ്കിൽ സഹാബത്തവരോട് കൽപ്പിക്കുമായിരുന്നു. സഹാബത്ത് പെണ്ണുങ്ങളോട് പള്ളിയിലേക്ക് പോകാൻ പറയുമായിരുന്നു. പക്ഷേ ഒരു സഹാബിയും ഒരു പെണ്ണിനോടും പള്ളിയിലേക്ക് പോകാൻ പറഞ്ഞതായി ഒരൊറ്റ താരീഖിന്റെ കിതാബുകളിലും ഒരു അംഗീകരിക്കപ്പെടുന്ന രേഖകളിലും കാണാൻ കഴിയില്ല.